ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു നോമ്പ് തുറ ആണേ. അതിന് രാവിലെ ഞാനൊരു 4:30 ആയപ്പോൾ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു. അതിന് മുമ്പ് ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തലേദിവസം പാലിനകത്തിട്ട് നമ്മുടെ ഓട്സും ചിയാ സീഡും കൂടെ ഒന്ന് കുതിർത്ത് ഓവർനൈറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പതുക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് മൊത്തത്തിലൊന്ന് ഇളക്കി ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്കൊന്ന് പകർത്തി കൊടുത്തു. കാരണം ഈ കഴിക്കണ്ടേ രാവിലെ. അപ്പോൾ ഷമാം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഒരു 1-2 സ്പൂൺ അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാൻ നിർത്തും. നമുക്ക് അതിന് ആദ്യമായിട്ടാണ് നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ രീതികളിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മുട്ട നമ്മൾ ഹാഫ് ബോയിലാക്കി എടുക്കാനാണ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അത് പകുതി വെന്തു. അപ്പോൾ അതൊക്കെ ഞാൻ പൊളിച്ച് വൃത്തിയാക്കി എടുക്കുകയാണേ. എന്താകുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് എങ്ങനെയുണ്ട് നമ്മുടെ ഈ നോമ്പ് പിടിക്കുന്ന രീതികളെന്ന്. അപ്പോൾ മുട്ടയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് നോമ്പ് പിടിക്കുവാണേ. പക്ഷേ ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല, ഞാൻ മാത്രമേ നോമ്പ് പിടിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഞാൻ കറക്റ്റ് 4:30 ആയപ്പോൾ ഉണർന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത്. ഞാൻ ഉപവസിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമാണോ ഇല്ലെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് അവളോടെല്ലാം ചോദിച്ചറിഞ്ഞ് കറക്റ്റ് 4:30 ആയപ്പോൾ അവൾ എന്നെ വിളിച്ചുണർത്തി. അതിന് മുമ്പ് ഞാൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് പിന്നെ ഓട്സും ചിയാ സീഡും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് പിന്നെ ഒരു എഗ്ഗ് ഇപ്പം ഹാഫ് ബോയിൽ ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. ഈ വൈകിട്ട് നോമ്പ് തുറയുടെ സമയത്ത് ഇനി എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് കഴിക്കട്ടെ. അങ്ങനെ ഞാൻ നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള ഓട്സ് കഴിക്കുവാണേ. അപ്പോൾ അത്യാവശ്യം അത് ചൂട് പാലിനകത്തിട്ട് ആണ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നത്. എന്നിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബസ്സിൽ തന്നെ തണുപ്പ് മാറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഷമാമും കൂടെ ഒഴിച്ചത് കൊണ്ടായിരിക്കണം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് പാത്രം ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മുടെ ഒരു മുട്ട ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു, അതും കഴിച്ചു. അപ്പം എനിക്ക് ഏകദേശം വയറൊക്കെ നിറഞ്ഞു. പിന്നെ എന്നാൽ കിടക്കാമെന്ന് വിചാരിച്ചു. ടൈം 5:15 അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം ശരിയായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാൻ പോവുക. എല്ലാവർക്കും ഇപ്പം ഗുഡ് മോർണിംഗ്. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പം നോമ്പ് തുറ ആദ്യമേ തന്നെ വെള്ളം കുടിച്ചു. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അത് കഴിച്ചു. പിന്നെ ഏതാണ്ട് മാംഗോ ജ്യൂസ് കുടിച്ചു. ഈ പലഹാരവും കഴിച്ചു.